നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. സൗത്ത് ആഫ്രിക്കയോട് ഇന്ത്യൻ ടീം ടെസ്റ്റ് മത്സരം തോറ്റ ദിവസം അൺഒഫീഷ്യൽ ഏകദിന മത്സരം പറഞ്ഞിട്ട് എന്ത് എന്ന് ചോദിക്കാൻ ആളുണ്ടാവും. പക്ഷേ സംഗതി നമ്മുടെ ടീം വിജയിച്ചിട്ടുണ്ട്. തകർപ്പൻ ചെയ്യുന്നതിന് ഋതുരാജ് ഗെയ്ക്വാദ് കിടിലൻ പ്രകടനം നടത്തിയത് എങ്ങനെ പറയാതിരിക്കും. രണ്ടാമത്തെ അൺഒഫീഷ്യൽ ഏകദിന മത്സരവും നമ്മുടെ ഇന്ത്യ എ ടീം സൗത്ത് ആഫ്രിക്ക എ ടീമിനെ തോൽപ്പിച്ചിരിക്കുന്നു. ആദ്യ മത്സരത്തിൽ 129 പന്തുകളിൽ നിന്ന് 117 റൺസ് അടിച്ചുകൊണ്ട് കിടിലൻ പ്രകടനം ഋതു നടത്തിയിരുന്നെങ്കിൽ രണ്ടാം മത്സരത്തിൽ അദ്ദേഹം ആവർത്തിക്കുന്നു. 83 പന്തിൽ നിന്ന് 68 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകാതെ നിന്ന് ടീമിനെ 9 വിക്കറ്റിൻ്റെ ജയത്തിലേക്ക് കൊണ്ടുപോയി. അല്ലെങ്കിലും ഋതുവിൻ്റെ ലിസ്റ്റ് കരിയർ നോക്കണം, വല്ലാത്തൊരു പ്രകടനമാണ്. 85 ഇന്നിങ്സുകൾ, 17 സെഞ്ചുറികൾ, 18 അർദ്ധ സെഞ്ചുറികൾ. ദിസ് ഈസ് മാഡ്നസ് എന്ന് തന്നെ പറയണം. അമ്മാതിരി പ്രകടനമാണ്. ഏതായാലും സെക്കൻഡ് അൺഒഫീഷ്യൽ ODIയിൽ ആദ്യം ബാറ്റ് ചെയ്ത സൗത്ത് ആഫ്രിക്ക എ ടീം വെറും 132 റൺസാണ് അടിച്ചത്. അവർ അടിച്ച ഈ സ്കോർ 27.5 ഓവറുകളിൽ തന്നെ നമ്മുടെ ടീം ഒരേ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നിരുന്നു. 133 പന്തുകൾ ബാക്കി വെച്ചുകൊണ്ട് 9 വിക്കറ്റിന് തകർപ്പൻ ജയം നേടി. അപ്പോൾ സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിങ്സിൽ ഏറ്റവും അധികം റൺസ് അടിച്ചത് റിവാൽഡോ മൂൺസാമിയാണ്. അദ്ദേഹം 34 പന്തുകളിൽ നിന്ന് 33 റൺസ് അടിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹ ഓപ്പണറായിരുന്ന യുവാൻ ഡ്രീ പ്രട്ടോറിയസ് 21 റൺസാണ് അടിച്ചത്. പിന്നെ അവർക്ക് ഒരു കോൺട്രിബ്യൂഷൻ കൊടുത്തത് ഡിയാൻ ഫോറസ്റ്ററാണ്. 22 റൺസ് അടിച്ചു. ഡെലാനോ പോർട്ട്ഗേറ്റ് 23 റൺസ് അടിച്ചു. സുബ്രിയൻ്റെ വക 15 റൺസ്. ഇങ്ങനെ ചെറിയ ചെറിയ സംഭാവനകളോടെ അവർ 132 റൺസിൽ അവരുടെ ഇന്നിങ്സ് അവസാനിച്ചു. 30.3 ഓവറുകളിൽ അവർ ഓൾ ഔട്ടായി. ഇന്ത്യ എക്ക് വേണ്ടി നിഷാന്ത് സിന്ധു 7 ഓവറിൽ 16 റൺസിന് 4 വിക്കറ്റ് എടുത്തപ്പോൾ ഹർഷിത് റാണ 5 ഓവറിൽ 21 റൺസിന് 3 വിക്കറ്റ് എടുത്തു. പ്രസിദ്ധ് കൃഷ്ണ 4.3 ഓവറുകളിൽ 21 റൺസിന് 2 വിക്കറ്റും എടുത്തു. തിലക് വർമ്മക്ക് 4 ഓവറിൽ 12 റൺസിന് 1 വിക്കറ്റ്. ജയിക്കാൻ വളരെ കുറഞ്ഞ റൺസ് മതി. അത് വളരെ അനായാസം ഇന്ത്യ എ ബാറ്റർമാർ എടുക്കുകയും ചെയ്തു. അഭിഷേകും ഋതുരാജ് ഗെയ്ക്വാദും ചേർന്നുള്ള വെടിക്കെട്ട് ഓപ്പണിങ്. 9ാമത്തെ ഓവറിൽ തന്നെ അഭിഷേക് മടങ്ങുകയായി. അപ്പോഴേക്കും 53 റൺസ് അടിച്ചു കഴിഞ്ഞിരുന്നു ഇന്ത്യൻ ടീം. അഭിഷേക് ശർമ്മ 22 പന്തിൽ 6 ഫോറിൽ സഹായത്തോടെ 32 റൺസാണ് അടിച്ചത്. പിന്നെ ഋതുവും തിലക് വർമ്മയും ചേർന്നുകൊണ്ട് മത്സരം വിജയിപ്പിച്ചു. ഋതു 83 പന്തുകളിൽ നിന്ന് 9 ഫോറുകളുടെ സഹായത്തോടെ 68 റൺസ് അടിച്ച് പുറത്താകുന്നപ്പോൾ തിലക് വർമ്മ 62 പന്തുകളിൽ നിന്ന് 29 റൺസാണ് അടിച്ചത്. അദ്ദേഹവും പുറത്താകുന്നു. ടീം ഇന്ത്യ എ വിജയിച്ച് കയറുകയും ചെയ്തു. 9 വിക്കറ്റിന് തകർപ്പൻ ചെയ്യും. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.